ഹായ് എവരിവൺ. വീണ പൂവിന് വീണ്ടും വിരിയാനാകില്ല. എന്നാൽ വേരിന് ഉറപ്പുണ്ടെങ്കിൽ പുതിയ പൂക്കൾ വീണ്ടും വിരിയും. ഇതുവരെ നഷ്ടപ്പെട്ടതല്ല, ഇനിയും വരാനിരിക്കുന്ന നല്ല നാളുകളാണ് ജീവിതം. നല്ല നാളുകൾക്ക് വേണ്ടിയുള്ള ശുഭപ്രതീക്ഷയോടെ GM ഓൺലൈൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ് ഫിസിക്സിലെ 3ാമത്തെ അധ്യായം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം എന്ന പാഠത്തിൻ്റെ പാർട്ട് 7 വീഡിയോയാണ് നാം ചർച്ച ചെയ്യുന്നത്. പവർ സ്റ്റേഷൻ. ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഓൺ എ ലാർജ് സ്കെയിൽ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഈസ് കാൾഡ് പവർ സ്റ്റേഷൻ. വിതരണത്തിന് വേണ്ടി വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് പവർ സ്റ്റേഷനുകൾ. ടൈപ്സ് ഓഫ് പവർ സ്റ്റേഷൻ. There are several types of power station, mainly hydroelectric power station, which produce mechanical energy from water stored in a dam. Second one, thermal power station, which produce mechanical energy from heat energy from a fuel. Third one, nuclear power station, which produce mechanical energy from nuclear energy from nuclear fuel. വിവിധ പവർ സ്റ്റേഷനുകൾ. പല വിധത്തിലുള്ള പവർ സ്റ്റേഷനുകളുണ്ട്. പ്രധാനമായും 3 വിധം. ഒന്ന്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. അണക്കെട്ടിൽ കെട്ടിനിർത്തിയ ജലത്തിൽ നിന്നുമാണ് ഇവിടെ യാന്ത്രികോർജം ലഭിക്കുന്നത്. 2, തെർമൽ പവർ സ്റ്റേഷൻ. ഒരു ഇന്ധനം കത്തുമ്പോഴുണ്ടാകുന്ന താപമാണ് ഇവിടെ പ്രയോജനപ്പെടുന്നത്. 3, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ഒരു ആണവ ഇന്ധനത്തിൽ നിന്നുണ്ടാകുന്ന ആണവോർജമാണ് ഇവിടെ യാന്ത്രികോർജം ലഭിക്കാൻ പ്രയോജനപ്പെടുന്നത്. Next, power production and distribution. Look at the figure. There is a power generator, that is 3-phase generator. It produces 11,000 volt or 11 kV volt. Then by using a power transformer, 11 kilovolt is converted into 220 kilovolt. Then there are several substations like 110 kilovolt, 220 kilovolt, 400 kilovolt substations are there. Then there is a distribution transformer. In the input of a distribution transformer we get 11,000 volt, and in the output 230 volt or 400 volt is produced. Look at the figure again. There are 3 lines in the input of distribution transformer and 4 lines are in the output of distribution transformer. Look at the flow chart. Power station. Power generator and power transformer are in the power station. That means 11 kilovolt is produced by the generator and it is increased to 220 kilovolt by the power transformer. Then there are several substations. Then last distribution transformer is there. It is a step down transformer. ചിത്രം ശ്രദ്ധിക്കൂ. പവർ പ്രേഷണവും വിതരണവും. പവർ സ്റ്റേഷനിൽ പവർ ജനറേറ്റർ ഉപയോഗിച്ച് അഥവാ 3-phase ജനറേറ്റർ ഉപയോഗിച്ച് 11 kV അല്ലെങ്കിൽ 11,000 വോൾട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനെ ഒരു പവർ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് 220 കിലോവോൾട്ട് ആയിട്ട് ഉയർത്തുന്നു. പിന്നീട് വിവിധ സബ്സ്റ്റേഷനുകളിലൂടെ വൈദ്യുതി കടന്നുപോയി ഒരു വിതരണ ട്രാൻസ്ഫോമറിൽ എത്തുന്നു. വിതരണ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിൽ 11,000 വോൾട്ടും ഔട്ട്പുട്ടിൽ 230 അല്ലെങ്കിൽ 400 വോൾട്ടുമാണ് ലഭിക്കുക. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. വിതരണ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിൽ 3 വയറുകളും ഔട്ട്പുട്ടിൽ 4 വയറുകളുമാണ് ഉള്ളത്. Transmission loss. When electricity is transmitted to distant places, there is loss of energy in the conductors in the form of heat. This is known as transmission loss. Solution to solve transmission loss. Heat energy loss can be minimized by reducing current, because H is equal to I square RT. By reducing I, we can reduce H, heat energy. Then voltage is increased to maintain power. Power can be maintained by increasing voltage. പ്രസരണ നഷ്ടം. ദൂരസ്ഥലങ്ങളിലേക്ക് വൈദ്യുതിയെ ചാലകങ്ങളിലൂടെ പ്രേഷണം ചെയ്യുമ്പോൾ താപരൂപത്തിൽ ഊർജം നഷ്ടപ്പെടുന്നു. ഇതാണ് പ്രസരണ നഷ്ടം. പ്രസരണ നഷ്ടം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ.
ചാലകത്തിൽ ഉണ്ടാകുന്ന താപം കുറക്കാനായി കറന്റ് കുറക്കുക. H=I²RT എന്നുള്ളതിൽ I കുറയുമ്പോൾ Hഉം കുറയുന്നു. പവറിൽ മാറ്റം വരാതിരിക്കാൻ വേണ്ടി വോൾട്ടത വർദ്ധിപ്പിക്കുക. വോൾട്ടത വർദ്ധിപ്പിക്കുമ്പോൾ പവറിൽ മാറ്റം വരാറില്ല, കാരണം P=V×I. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. We get 230 volt for household purposes and 400 volt for industrial purposes from this transformer. 3 wires are going in and 4 wires are coming out. വിതരണ ട്രാൻസ്ഫോമറിൽ വീടുകളിലേക്ക് ആവശ്യമായ 230 വോൾട്ടും ചെറുകിട വ്യവസായങ്ങൾക്ക് ആവശ്യമായ 400 വോൾട്ടും ലഭിക്കുന്നു. ഇതിൻ്റെ ഇൻപുട്ടിൽ 3 വയറുകളും അഥവാ 3 ഫേസ് വയറുകളും ഔട്ട്പുട്ടിൽ 4 വയറുകൾ അഥവാ 3 ഫേസും ഒരു ന്യൂട്രലും ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലെ പൊട്ടൻഷ്യൽ. ന്യൂട്രൽ പോയിന്റിൽ 0 വോൾട്ട്, ന്യൂട്രൽ ലൈനിൽ 0 വോൾട്ട്, എർത്ത് 0 വോൾട്ട്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസസ് ആർ ഫേസ് ആൻഡ് ന്യൂട്രൽ 230 വോൾട്ട്, ഫേസ് ആൻഡ് എർത്ത് 230 വോൾട്ട്, ന്യൂട്രൽ ആൻഡ് എർത്ത് 0 വോൾട്ട്. ദ ഫേസ് ആൻഡ് ന്യൂട്രൽ ലൈൻസ് ആർ നീഡഡ് ഫോർ ഹൗസ്ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ. വിതരണ ട്രാൻസ്ഫോമറിലെ പൊട്ടൻഷ്യൽ ശ്രദ്ധിക്കൂ. ന്യൂട്രൽ പോയിന്റിൽ 0 വോൾട്ട്, ന്യൂട്രൽ ലൈനിൽ 0 വോൾട്ട്, എർത്ത് ലൈനിൽ 0 വോൾട്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസം ഫേസും ന്യൂട്രലും 230 വോൾട്ട്, ഫേസും എർത്തും തമ്മിൽ 230 വോൾട്ട്, ന്യൂട്രലും എർത്തും തമ്മിൽ 0 വോൾട്ട്. ഗൃഹവൈദ്യുതീകരണത്തിന് ഒരു ഫേസ് വയറും ന്യൂട്രൽ വയറുമാണ് ഉപയോഗിക്കാറുള്ളത്. ഇതോടെ 10ാം ക്ലാസ് ഫിസിക്സിലെ 3ാമത്തെ അധ്യായം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുതകാന്തിക പ്രേരണം എന്ന അധ്യായത്തിൻ്റെ പാർട്ട് 7 വീഡിയോ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം GM ഓൺലൈൻ.